ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ചമ്മന്തിയാണ്. ഇത് നെല്ലിക്ക ചമ്മന്തി. ഇതിന് വേണ്ട സാധനങ്ങളാണിത്. നെല്ലിക്ക ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുക. ഒരെണ്ണം കൂടെ മുറിച്ചിങ്ങനെ പച്ച നെല്ലിക്കയാണ്. പച്ച നെല്ലിക്ക എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് വെക്കുക. ഒരെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം മതി. കുറച്ച് ചമ്മന്തിക്കാണെങ്കിൽ കുറച്ച് മതി. എടുത്തിട്ട് ആദ്യം ഈ നെല്ലിക്ക, പച്ച നെല്ലിക്ക കേട്ടോ, പുഴുങ്ങിയൊന്നും എടുത്തല്ല. ഈ നെല്ലിക്ക ആദ്യം ഒന്ന് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ഒറ്റ കറക്കുക. ഈ കറക്കി എടുത്ത ഈ സാധനം ഇത് ഒന്ന് പിഴിഞ്ഞ് കളയും. ഇതിനെ പിഴിഞ്ഞിങ്ങനെ വെക്കുക. അതായത് അതിൻ്റെ നീര് പോകണം. ഇച്ചിരി കമർപ്പുണ്ടാവും. കമർപ്പ് കുഴപ്പമില്ലെങ്കിലും കമർപ്പ് ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇത് തിരിച്ചതിനകത്തിട്ടിട്ട് മുളക്, ചെറിയ ഉള്ളി 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് ഇടുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് പുളിക്കനുസരിച്ച് ഇടുക. അതുപോലെ കുറച്ച് തേങ്ങ എന്തോരം വേണം, എത്ര എടുത്ത് അതിനുള്ളതനുസരിച്ച് വേണം. ഒത്തിരി വേണ്ട, എന്നാലും ഒരുമാതിരി തേങ്ങ. അല്ലെങ്കിൽ 2 കറിവേപ്പിലയും കൂടി ഇടാം. അത്രേ ആവശ്യമുള്ളൂ. ഇതൊന്ന് അരച്ചെടുക്കുക. ആകെ അരയണ്ട, ഇപ്പോൾ ഒന്നുകൂടെ അരക്കണം. എന്ന് വെച്ചാൽ കുറച്ച് കഷ്ണം പോലെ വെക്കാം. നല്ല കറക്റ്റിനായിരുന്നു. ഇതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ കഞ്ഞിക്ക് ഏറ്റവും സ്യൂട്ടബിൾ സാധനമാണ്. കഞ്ഞിക്ക് നെല്ലിക്ക ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. അതുപോലെ ചൂട് ചോറിലേക്ക് ഈ ചമ്മന്തി അങ്ങ് തിരുമ്മി തിന്നണം. എത്ര ടേസ്റ്റ് എന്നറിയാമോ. അപ്പോൾ കഞ്ഞിക്ക് വളരെ നല്ലതാണ്. വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സൂപ്പർ സാധനമാണ്. വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ചമ്മന്തിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്, നെല്ലിക്ക ചമ്മന്തി. എല്ലാവരും തയ്യാറാക്കി നോക്കുക.